ദേ, ഈ ഒരു ഐറ്റം കഴിക്കാത്ത 90s കിഡ്സ് ഉണ്ടാവോ? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരത്തെ പലഹാരമായിട്ടും ചിലപ്പോഴൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. പക്ഷേ അന്നിതിന് ഈ മഞ്ഞ നിറം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് എറണാകുളത്തേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ മഞ്ഞ നിറമുള്ള ഈ സാധനം ഞാൻ കഴിക്കുന്നത്. അതിന്റെ പേര് ഏലാഞ്ചി എന്നാണെന്ന് ഞാൻ അറിയുന്നതും. പിന്നീട് അങ്ങോട്ട് യൂട്യൂബ് വീഡിയോകളിലും റീൽസുകളിലും കണ്ടിരുന്ന ഈ ഒരു സാധനം മലബാറുകാരുടെ നോമ്പുതുറ വിഭവത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണെന്ന് മനസ്സിലായി. നോമ്പ് സമയത്തൊക്കെ കടകളിൽ നിന്ന് വാങ്ങി ഒരുപാട് തവണ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഉണ്ടാക്കാൻ സിമ്പിളായ ഈ സാധനം ഇതുവരെയും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മുന്തിരിക്കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് വൈകുന്നേരത്തെ പലഹാരങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇന്നത്തെ ആലോചനയിൽ എന്റെ ഈ നൊസ്റ്റാൾജിക് വിഭവം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൾക്ക് ഇത് ഇഷ്ടമാകുമോ എന്ന വലിയൊരു സംശയത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എങ്കിലും കുറച്ച് ഹൈപ്പ് കൊടുത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കഴിക്കൂ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എവിടെയോ ഉണ്ട് കേട്ടോ. ആളുടെ ഫേവറേറ്റ് ലിസ്റ്റിലൊന്നും ഇടം പിടിക്കാൻ പറ്റിയില്ലെങ്കിലും നിരാശപ്പെടേണ്ടി വന്നതുമില്ല കേട്ടോ. അപ്പോ ശരി, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.